ഇന്ന് മേടം രാശിയിലെ കാർത്തിക നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നടക്കുന്ന വ്യാഴമാറ്റം എങ്ങനെയുള്ള ഫലം പ്രദാനം ചെയ്യും? നന്മയാണോ അതോ തിന്മയാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. മേടം രാശിക്ക് മൂന്നാം ഭാവമായ മിഥുനം രാശിയിലാണ് ഇപ്പോൾ വ്യാഴത്തിൻ്റെതായ സ്ഥിതി ഉള്ളത്. അപ്പോൾ ഈ ഒരു വർഷം 2025 മെയ് 14 മുതൽക്ക് 2026 ജൂൺ 2 വരെ വ്യാഴം ഒരു രാശിയിൽ തന്നെ നിലകൊള്ളും. അപ്പോൾ അദ്ദേഹം ആ ഒരു രാശിയിൽ ഇരുന്നു കൊണ്ട് 5, 7, 9 എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ മേടം രാശിയിലെ കാർത്തിക നക്ഷത്രക്കാർക്ക് എങ്ങനെയൊക്കെയുള്ള ഫലങ്ങൾ ഉണ്ടാകുമെന്ന് നോക്കാം. കുടുംബത്തിനുള്ളിൽ ഇതുവരെ എന്തൊക്കെ ശുഭകാര്യങ്ങൾക്ക് തടസ്സമുണ്ടായിരുന്നുവോ അതൊക്കെ തന്നെ വളരെയധികം വേഗത്തിൽ നടന്നു കിട്ടുന്ന ഒരു കാലമായിരിക്കും നിങ്ങൾക്ക്. വിവാഹം സംബന്ധപ്പെട്ട കാര്യങ്ങളിൽ തടസ്സമുണ്ടായിരുന്നവർക്ക് അത് നടന്നു കിട്ടുന്ന ഒരു കാലം തന്നെയാണ്. അതുപോലെ തന്നെ കുട്ടികൾ ഇല്ലാതെ ഇരുന്നവർക്ക്, വളരെ കാലമായിട്ട് കുട്ടികളൊക്കെ ഇല്ലാതിരുന്നവർക്ക്, IVFൻ്റെ ചികിത്സയൊക്കെ ചെയ്തുകൊണ്ടിരുന്നവർക്കൊക്കെ തന്നെയും അതിൻ്റേതായ നല്ല ഫലം ലഭിക്കുന്ന ഒരു കാലം തന്നെയാണ്. അപ്പോൾ അനുകൂലമായ ഒരു ഫലം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നു. അതുപോലെ തന്നെ ചില പ്രേമബന്ധങ്ങളിലൊക്കെ ഉണ്ടായിരുന്നവർക്കൊക്കെയും അതൊക്കെ തന്നെ ഒരു ഗ്രീൻ സിഗ്നലൊക്കെ കിട്ടുന്ന ഒരു കാലഘട്ടം തന്നെയായി മാറും ഈ ഒരു വ്യാഴത്തിൻ്റെതായ മാറ്റം. അതുപോലെ വിദ്യാഭ്യാസപരമായ രീതിയിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ കാര്യത്തിലൊക്കെ തന്നെ വളരെയധികം ശ്രദ്ധ കൊടുക്കുവാനും അവർക്ക് വളരെയധികം നന്മകളൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാവും ഈ കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം. തൊഴിൽപരമായ ഇടങ്ങളിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ തീർന്ന ഒരു സാഹചര്യമാണ്. കാരണം ഇവരുടെ മുൻദേഷ്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി വെച്ചിട്ട് അവർ നല്ല രീതിയിലേക്ക് ഇടപെട്ട് പോവുകയാണെങ്കിൽ തൊഴിൽപരമായ രീതിയിലൊക്കെ നല്ല മുന്നേറ്റങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. അതായത് നല്ല ഉപദേശങ്ങളൊന്നും കേൾക്കുവാനുള്ള ഒരു മനോഭാവം ഇവർക്കില്ല. ഇവർക്ക് താൻ പോകുന്ന സ്വഭാവമായതുകൊണ്ട് തന്നെ ഇവരൊക്കെ അവരുടേതായ സ്വന്തം ഇഷ്ടപ്രകാരം ഓരോ കാര്യങ്ങളിലേക്ക് എടുത്ത് ചാടുന്നത് കൊണ്ട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ഗുരുവാണ്. അപ്പോൾ ഗുരുവിൻ്റേതായ ഈ ഒരു കാലഘട്ടം അനുകൂലമാക്കി എടുക്കേണ്ടത് നിങ്ങളുടെ തന്നെ ഒരു കടമയായിട്ട് കണക്കാക്കുക. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഉയർന്ന വിദ്യാഭ്യാസത്തിനൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ചിലരൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് നല്ല അനുകൂല ഫലം തന്നെയാണ്. തൊഴിൽപരമായ ഇടങ്ങളിൽ ഇതുവരെ തൊഴിലില്ലാതിരുന്നവർക്കൊക്കെ തന്നെയും അനുകൂലമായ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലിയൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടമായി തന്നെയായിരിക്കും മാറുക. ഉള്ള തൊഴിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ സമ്പത്തുപരമായ രീതിയിലുള്ള വരവും അതുപോലെ വരുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. അപ്പോൾ കടബാധ്യതകളൊക്കെയും ഒരു അല്പം കുറച്ച് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. മുൻ കാലഘട്ടങ്ങളിൽ വരുന്ന പണം വരുന്ന വഴിക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണ്. അതായത് നിങ്ങളുടേതായ ചിലവ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നിങ്ങൾ ചിലവാക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു കാലം നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ വരുന്ന പണം സേവ് ചെയ്തു വയ്ക്കാനുള്ള ഒരു മനോഭാവം നിങ്ങൾക്ക് വേണം. കാരണം നിങ്ങളുടെ അധ്വാനത്തിൻ്റെതായ നേട്ടം നിങ്ങൾക്ക് തന്നെയാണ് അനുഭവിക്കേണ്ടത്, നിങ്ങളുടെ കുടുംബം തന്നെയാണ് അനുഭവിക്കേണ്ടത്. അതുകൊണ്ട് ഇനിയും അങ്ങനെ ഒരു ചിന്താഗതി പാടുള്ളതല്ല. കാരണം വരുന്ന പണം നിങ്ങൾ സേവ് ചെയ്യാനുള്ള ഒരു മനോഭാവം കാട്ടിയില്ല എങ്കിൽ ഇനി പോകുന്ന പണം ഒക്കെ തന്നെ വലിയ ബാധ്യതകളിലേക്ക് കൊണ്ട് എത്തിക്കുകയും ചെയ്യും ഈ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം. കുടുംബപരമായിട്ടൊക്കെ ഇതുവരെ സഹോദരങ്ങൾ തമ്മിലൊക്കെ ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും നീങ്ങിക്കിട്ടുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ അനുകൂലമായ ഭാവത്തിലേക്ക് അവരുടേതായ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ എതിർത്ത് നിൽക്കാതെ അനുകൂലമായ ഭാവത്തിലേക്ക് നാളെയും വേണം എന്ന ചിന്താഗതിയോടുകൂടി അനുകൂല ഭാവത്തിൽ മുന്നിലേക്ക് പോകാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സമ്പത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ സൂക്ഷിച്ചില്ല എങ്കിൽ പിന്നീട് ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്കത് സൂക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. എന്തൊക്കെ പറഞ്ഞാൽ തന്നെയും ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് വരുമാനത്തിന് യാതൊരുവിധ കുറവും ഉണ്ടാവില്ല. ഏതൊരു വഴിക്ക് ഇറങ്ങിയാൽ തന്നെയും നിങ്ങൾക്ക് സമ്പത്ത് വന്നു ചേരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അത് കോടീശ്വരനാവും എന്നൊന്നുമല്ല പറയുന്നത്. ഇതുവരെ അനുഭവിച്ചിരുന്ന കഷ്ടതകൾക്ക് ഒക്കെ തന്നെ നമുക്ക് അതിൽ നിന്നൊരു മോചനം ലഭിക്കുന്ന ഒരു കാലഘട്ടമായി തന്നെ മാറും. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു നല്ല രീതിയിലുള്ള സുഹൃത്ത് ബന്ധങ്ങളോ എന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് സഹായ ഹസ്തമൊക്കെ വന്നു ചേരുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. അപ്പോൾ അനുകൂലമായി വരുന്ന കാലഘട്ടങ്ങളെ നിങ്ങൾ അനുകൂലമാക്കി തന്നെ എടുക്കണം. അതുപോലെ സ്വത്ത് സംബന്ധപ്പെട്ട രീതിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിൽ അതൊക്കെ തന്നെ തീർന്ന് അനുകൂലമായി വരുന്ന ഒരു കാലഘട്ടമുണ്ട്. കേസ് വഴക്കുകളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തന്നെ തീരുന്ന ഒരു കാലഘട്ടമായി മാറുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ പൊതുവിൽ ഈ
കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെ അധികം നല്ല ഫലങ്ങൾ തന്നെയാണ് പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ അനുകൂലമായി വരുന്ന കാലഘട്ടങ്ങളെ നല്ല ഗുരുവിൻ്റേതായ ഉപദേശങ്ങൾ നേടി നിങ്ങൾ മുന്നിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കത് നല്ല രീതിയിലുള്ള വിജയം തന്നെയായിരിക്കും ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുക. കാരണം എടുത്തു ചാടിയുള്ള ഏകപക്ഷീയമായ തീരുമാനങ്ങൾ നിങ്ങളെ ആപത്തിൽ കൊണ്ട് ചെന്ന് ചാടിക്കുമെന്നുള്ളതിന് സംശയമല്ല. അത് കാരണം തന്നെ നിങ്ങളുടേതായ കുടുംബപരമായ അന്തരീക്ഷം തന്നെയായിരിക്കും വീണ്ടും കലുഷിതമായി മാറുക. അപ്പോൾ നാളെ ഭാവിക്ക് ഇന്നേ തന്നെ നിങ്ങളതിൻ്റെ പരിശ്രമം നടത്തുക. ഇപ്പോൾ എന്ത് തൊഴിലും ആയിക്കോട്ടെ ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മുന്നേറ്റം ലഭിക്കും. ഈ അനുകൂലമായ ഈ ഒരു വർഷത്തെ നിങ്ങൾ വളരെയധികം പരമാവധി പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ കുടുംബപരമായ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി പ്രാർത്ഥനകളൊക്കെ നടത്തുക. അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷേത്രങ്ങളോ ആചാരങ്ങളോ എന്തു തന്നെ ആകട്ടെ അവിടെ ശക്തമായി തന്നെ മുറുകെ പിടിച്ച് പ്രാർത്ഥനകൾ നടത്തി മുന്നിലേക്ക് പോവുക. ഈ ഒരു കാലഘട്ടം നിങ്ങൾക്ക് ഗുരു ഉപദേശം വളരെയേറെ അത്യാവശ്യമാണ്. അത് അച്ഛനാവാം, അമ്മയാവാം, അമ്മാവന്മാരാവാം, സുഹൃത്തുക്കളാവാം, ആരായാലും ശരി തരുന്ന നല്ല ഉപദേശങ്ങൾ സ്വീകരിച്ച് മുന്നിലേക്ക് പോകേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ്.